ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലണ്ടൻ സന്ദർശനം നടത്തി മടങ്ങാനിരിക്കവേ അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണത്തിനുള്ള ശ്രമമുണ്ടായി. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് ജയശങ്കർ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് പുറത്ത് ഖാലിസ്ഥാനികളുടെ ഒരു പ്രതിഷേധം ഉണ്ടാവുന്നു. അല്പം കഴിഞ്ഞ് അദ്ദേഹം ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങുമ്പോഴാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് നേരെ ഒരു ഖാലിസ്ഥാൻ ഇന്ത്യൻ പതാകയുമായിട്ട് പാഞ്ഞെടുക്കുന്നു. പോലീസ് നിസ്സഹായരായിട്ട് അയാളെ എങ്ങനെയൊക്കെയോ പിടിച്ചു മാറ്റുന്നു. അതിനുശേഷം ഇയാൾ ഇന്ത്യൻ പതാക വലിച്ചു കീറുന്നുമുണ്ട്. ജയശങ്കറിനെ ആക്രമിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ പതാകയും കൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ ഇയാൾ എടുത്ത് ചാടുന്ന ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ ഇപ്പോൾ ജയശങ്കറിന് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷ എങ്ങനെ ഉറപ്പുവരുത്തണമെന്നൊക്കെ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം, അതെവിടെ പോയാലും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ബ്രിട്ടന്റെ ഇന്നത്തെ അവസ്ഥയാണ്. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കുടിയേറിയിട്ടുള്ള ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഇന്ന് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തെ നിശ്ചലമാക്കാൻ മാത്രം വളർന്നിരിക്കുന്നു. നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയാണ് പോലീസുകാർ. പോയി റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ പ്രതിഷേധക്കാരോട്. ഒന്നാമത് ജയശങ്കർ എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി അവിടെ എത്തുമ്പോൾ പ്രതിഷേധം അതിന്റെ മുന്നിൽ നടക്കുന്നുണ്ടെങ്കിൽ അവരെ ആദ്യമേ തന്നെ അവിടെ ഒഴിവാക്കാനുള്ള സാമാന്യ മര്യാദ അവിടുത്തെ പോലീസ് കാണിക്കണം. ഒന്നുകിൽ അവർക്ക് ഭയമാണ്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെയൊക്കെയാണ് ഫ്രീ സ്പീച്ച് എന്നും പറഞ്ഞ് ആർക്കും എന്തും ചെയ്യാം എന്ന സ്ഥിതി. അപ്പോൾ ഇവിടെ അതിനുശേഷം ജയശങ്കർ പുറത്തേക്ക് വരുമ്പോഴെങ്കിലും പ്രതിഷേധക്കാരെ നിയന്ത്രിക്കണം. അതിനും അവർക്ക് കഴിയുന്നില്ല. അതായത് ഒരു കാലത്ത് ലോകം മുഴുവൻ കോളനി ഉണ്ടാക്കാൻ നടന്ന ബ്രിട്ടീഷുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇന്ന് ഖാലിസ്ഥാനികളും പാകിസ്ഥാനികളും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ബ്രിട്ടനും നഗരങ്ങളായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ലണ്ടൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളും മാറുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയാൽ അധിക കാലം സായിപ്പന്മാർ മിക്കവാറും അവിടെ ഉണ്ടാകുമെന്ന് പോലും സംശയമാണ്. കാരണം സായിപ്പന്മാർ വംശനാശം സംഭവിക്കും. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനികളും ഖാലിസ്ഥാനികളും ഒക്കെ കൈയടക്കുകയും ചെയ്യും. വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഒരു പതനത്തിന് തുടക്കമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മുമ്പ് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ രാജ്യങ്ങളുടെ പതനത്തിന്റെ സൂചനകളാണ് ഇതെല്ലാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.